അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിനാകമാനം കാരുണ്യമായി അവതരിച്ച പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഗതമാവുകയാണ്. സത്യവിശ്വാസികളായ നമ്മളെല്ലാം ഈ ദിനം വിപുലമായി ആഘോഷിക്കാനൊരുങ്ങുകയാണല്ലോ. എന്നാൽ ഈ അവസരത്തിൽ ചില സുപ്രധാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലും, വിശിഷ്യ ഗാസ പോലുള്ള പ്രദേശങ്ങളിൽ നിസ്സഹായരായ കുഞ്ഞുങ്ങളും മുതിർന്നവരും പട്ടിണിയും ദുരിതങ്ങളുമായി മരണത്തോട് മല്ലിടുമ്പോൾ നബിദിനം പോലുള്ള ആഘോഷങ്ങളിൽ നാം എങ്ങനെ പെരുമാറണം എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നബിദിനം ആഘോഷിക്കണം, അതിൽ സംശയമില്ല. എന്നാൽ ഇന്ന് പലയിടങ്ങളിലും നബിദിനാഘോഷങ്ങൾ അതിരുകടക്കുന്നില്ലേ എന്ന് നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നബിദിനം മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പല ആഘോഷങ്ങളും ആഡംബരങ്ങളുടെയും ധൂർത്തിന്റെയും വേദിയായി മാറിക്കഴിഞ്ഞു. ഈ ആർഭാടങ്ങൾക്കായി നാം പണം വാരിയെറിയുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനും ഒരു തുള്ളി വെള്ളത്തിനുമായി വാവിട്ട് നിലവിളിക്കുന്ന അസ്ഥികൂടം പോലെ മെലിഞ്ഞ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ നിങ്ങളുടെ കാതുകളിൽ തുളച്ചുകയറുന്നില്ലേ? ആ കാഴ്ചകൾ എത്ര ദയനീയമാണ്! ആഡംബരങ്ങൾക്കായി ധനം ധൂർത്തടിക്കുകയും അനാവശ്യമായി ഭക്ഷണത്തിന് പണം ചെലവഴിച്ച് ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ കുരുന്നുകളുടെ നിലവിളികൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ലേ? ഇത്തരം ദയനീയമായ കാഴ്ചകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവർ പാറ പോലെ ഉറച്ച ഹൃദയങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ ധൂർത്ത് കാണിക്കാൻ കഴിയൂ. ഓർക്കുക, ഇന്ന് അവരനുഭവിക്കുന്ന ഈ ദുരവസ്ഥ നാളെ നമ്മളെയും തേടിയെത്തിയേക്കാം. ലോകത്ത് പലയിടങ്ങളിലും പട്ടിണിയും ദാരിദ്ര്യവും മൂലം കഷ്ടപ്പെടുന്ന മനുഷ്യരെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത്. ആഡംബരങ്ങളും അമിതച്ചെലവുകളും ഒഴിവാക്കി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ലാളിത്യവും കാരുണ്യവും സഹാനുഭൂതിയും നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള അവസരമായി ഈ നബിദിനത്തെ നാം കാണണം. നാം ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. നാം ധൂർത്തടിക്കുന്ന ഓരോ രൂപയും ഒരു നേരത്തെ ആഹാരമില്ലാതെ വിശന്നു കഴിയുന്ന ഒരു കുഞ്ഞിന്റെ വയറു നിറയ്ക്കാൻ ഉപകരിക്കില്ലേ? അമിതമായ ലൈറ്റുകളും അലങ്കാരങ്ങളും മൈക്ക് സെറ്റുകളും നൽകുന്ന സന്തോഷം ഒരു നേരത്തെ ആഹാരം ലഭിക്കുമ്പോൾ ഒരു ദരിദ്രന്റെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയേക്കാൾ വലുതാണോ? പ്രവാചകൻ പഠിപ്പിച്ച സഹാനുഭൂതിയും ദാനധർമ്മങ്ങളും നമ്മുടെ ആഘോഷങ്ങളിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട്? ഈ ചോദ്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കണം. നബിദിനം എന്നാൽ വെറും ആഘോഷങ്ങൾക്കപ്പുറം പ്രവാചകന്റെ ജീവിത സന്ദേശം ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് നന്മയുടെ വെളിച്ചം പകരുന്ന ഒന്നായി മാറണം. നബിദിനത്തിന്റെ പേരിൽ നടക്കുന്ന ആർഭാടങ്ങൾ വർദ്ധിച്ചുവരുന്നത് ഖേദകരമാണ്. ലക്ഷങ്ങൾ ചിലവാക്കി വലിയ വാഹനങ്ങളിൽ മൈക്കും ബോക്സുകളും വെച്ചുകെട്ടി ഇസ്ലാമികമല്ലാത്ത ഗാനങ്ങളും വെച്ച് അപകടകരമായ നിലയിൽ ബൈക്ക് റാലികളും ദഫ്മുട്ട് എന്ന പേരിൽ നടക്കുന്ന കോമാളിത്തരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം ദുർവിനിയോഗമാണ്. ഇന്ന് പലയിടത്തും നടക്കുന്ന ദഫ്കളികൾ പ്രവാചകന്റെ കാലത്തെ ലളിതമായ ദഫ്മുട്ടലിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ദഫ്മുട്ട് എന്ന പേരിൽ ഡാൻസിന് സമാനമായ കളികളും ഹറാമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ ചേർത്ത ഗാനങ്ങളും പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് ഇസ്ലാമികമാകുന്നത്? വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ, വൈദ്യുത ദീപാലങ്കാരങ്ങൾ, മറ്റ് ആധുനിക സംഗീതോപകരണങ്ങളുടെ ഉപയോഗം എന്നിവയെല്ലാം ഇന്നത്തെ ദഫ്കളികളുടെ ഭാഗമാണ്. പ്രവാചകന്റെ കാലത്ത് ദഫ് മുട്ടിയത് ലളിതമായ സന്തോഷപ്രകടനത്തിനും അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനും വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും ഇത് പ്രശസ്തിക്കോ ആളുകളെ ആകർഷിക്കാനോ ഉള്ള ഒരു ഉപാധിയായി മാറുന്നു. ദഫ് മുട്ടുന്നത് അടിസ്ഥാനപരമായി ഇസ്ലാമിക വിരുദ്ധമല്ല. എന്നാൽ ഇന്ന് നടക്കുന്ന അമിതമായ ആഡംബരം, ധൂർത്ത്, അനാവശ്യമായ ചെലവുകൾ, ഇസ്ലാമിക മര്യാദകൾ പാലിക്കാത്ത കൂടിക്കലരലുകൾ എന്നിവയൊന്നും നാം പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. പ്രവാചകന്റെ ചര്യ പിന്തുടരുക എന്നതിനർത്ഥം രൂപപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിന്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുക എന്നതാണ്. ലളിതവും ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുമുള്ള ആഘോഷങ്ങൾക്കാണ് ഇസ്ലാം ഊന്നൽ നൽകുന്നത്. ഈ ദിവസം ഭക്ഷണത്തിന്റെ കാര്യത്തിലും പലയിടങ്ങളിലും ധൂർത്ത് കാണാറുണ്ട്. ഘോഷയാത്രകളിലും മറ്റും ഭക്ഷണസാധനങ്ങൾ വിതരണം ചെയ്യുകയും അത് റോഡിലുടനീളം നിലത്തുവീണ് കിടക്കുന്നത് കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്നില്ലേ? ആവശ്യത്തിലധികം ആഹാരസാധനങ്ങൾ എന്തിനാണ്? നിന്നും നടന്നും ഓടിയുമൊക്കെ ആഹാരം കഴിക്കുന്നതും കുടിക്കുന്നതും പ്രവാചകന്റെ മാതൃകയാണോ? ലോകത്ത് പലയിടത്തും, പ്രത്യേകിച്ച് ഗാസ പോലുള്ള പ്രദേശങ്ങളിൽ കുഞ്ഞുങ്ങളും മുതിർന്നവരും പട്ടിണിയും ദുരിതങ്ങളുമായി മരണത്തിന് കീഴടങ്ങുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഇസ്ലാം ദുർവ്യയത്തെ ശക്തമായി വിലക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. പിശാച് തന്റെ രക്ഷിതാവിനോട് നന്ദികെട്ടവനാകുന്നു. സൂറത്തുൽ ഇസ്രാ 27. നബിദിനം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണ പുതുക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അവിടുത്തെ ജീവിതം ലാളിത്യത്തിന്റെയും ദാനധർമ്മങ്ങളുടെയും മാതൃകയായിരുന്നു. ദരിദ്രരെയും അശരണരെയും സഹായിക്കുന്നതിലായിരുന്നു അവിടുന്ന് പ്രാധാന്യം നൽകിയിരുന്നത്. ഈ നബിദിനം അനാവശ്യമായ ആഡംബരങ്ങളില്ലാതെ മാതൃകാപരമായി പുണ്യനബിയുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കണം. മദ്രസകളിൽ ആവശ്യത്തിനു മാത്രം മൈക്ക് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ മാതൃകാപരമായി സംഘടിപ്പിക്കുക. ഖുർആൻ പാരായണങ്ങളും മൗലിദ് പാരായണങ്ങളും ബുർദ മജ്ലിസുകളും പ്രവാചക ജീവിതം പഠിപ്പിക്കുന്ന ഇൽമിന്റെ സദസ്സുകളും സംഘടിപ്പിക്കുക.
ഘോഷയാത്രകളിൽ ആഹാരം വിതരണം ചെയ്യാതെ കുട്ടികൾക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന നിലയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി അതപോടെ ഭക്ഷണങ്ങൾ കഴിക്കാനും കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊടുക്കുക. ആഹാരങ്ങളിലും പാനീയങ്ങളിലും മിതത്വം പാലിക്കുക. ഈ വിഷയങ്ങളിൽ എല്ലാവരും പങ്കാളിത്തത്തോടെ ഇടപെടുക. അലങ്കാര വസ്തുക്കൾ മിതമായ നിലയിൽ ഉപയോഗിക്കുക. ഇസ്ലാമികമായ ഗാനങ്ങൾ പ്ലേ ചെയ്തുകൊണ്ട് മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാതൃകാപരമായ ദഫ് കളിക്കുക. ഓരോ മഹല്ലിലും ആ ദിവസം എന്തെങ്കിലും പ്രത്യേകമായ പുണ്യങ്ങൾ ചെയ്യുക. അതായത് ആ മഹല്ലിലെ സാധുവായ പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുക്കുക. നമ്മുടെ നാട്ടിൽ രോഗികളായി കഴിയുന്ന ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ചികിത്സാസഹായം നൽകുക. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുക. ഈ നബിദിനത്തിൽ നമുക്ക് ചുറ്റുമുള്ള വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും കഴിയുന്നവർക്കും അശരണർക്കും കൈത്താങ്ങാകാം. ഭക്ഷണക്കിറ്റുകൾ തയ്യാറാക്കി സാധുക്കളുടെ വീടുകളിലെത്തിച്ച് അവരുടെ മുഖങ്ങളിൽ ഒരു പുഞ്ചിരി വിടർത്താൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ അയൽപ്പക്കത്തും സമൂഹത്തിലും കഷ്ടപ്പെടുന്നവരെയും പാവപ്പെട്ടവരെയും സഹായിക്കാനുള്ള ഒരവസരമായി ഈ നബിദിനത്തെ മാറ്റിയെടുക്കാം. നമ്മുടെ ആഘോഷങ്ങൾ ആഡംബരങ്ങളിൽ നിന്നു മാറി ലാളിത്യത്തിലേക്കും സഹാനുഭൂതിയിലേക്കും വഴിമാറുമ്പോഴാണ് അതിന് യഥാർത്ഥ തിളക്കമുണ്ടാകുന്നത്. പ്രവാചകസ്നേഹം വെറും വാക്കുകളിൽ ഒതുക്കാതെ അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുമ്പോഴാണ് നാം ആ പാത പിന്തുടരുന്നത്. ഈ നബിദിനം കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചക സന്ദേശം ലോകം മുഴുവനെത്തിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.